നമസ്കാരം. പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇന്ത്യ പ്രസ് ക്ലബ് മാധ്യമ സമ്മേളനം വെളിപാടകലെ റാന്നി MLA അഡ്വക്കേറ്റ് പ്രമോദ് നാരായൺ പങ്കെടുക്കും. വനിതാ ശാക്തീകരണത്തിന് വഴിയൊരുക്കി ഫോമ വുമൺ സമ്മിറ്റ്. ശേഖരൻ അപ്പുക്കുട്ടൻ ഗീതാമണ്ഡലത്തിന് പുതിയ സാരഥി. പത്മപ്രിയ പാലോട്ട് മംഗ പ്രസിഡന്റ്, ജാസ്മിൻ പരോൾ സെക്രട്ടറി. KCS യുവജനവേദി ഓണാഘോഷവും രജത ജൂബിലിയും ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. വനിതാ ശാക്തീകരണത്തിന് പുതിയ മാനങ്ങൾ നൽകുകയും പുതിയ ആശയങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും വഴിയൊരുക്കുകയും ചെയ്തുകൊണ്ട് ഫോമ വുമൺസ് ഫോറത്തിന്റെ ആദ്യത്തെ വുമൺ സമ്മിറ്റ് സഖി സെപ്റ്റംബർ 26, 27, 28 തീയതികളിൽ പൊക്കനോസിലുള്ള വുഡ്ലാൻഡ് ഇൻ ആൻഡ് റിസോർട്ടിൽ വളരെ വിജയകരമായി നടന്നു. ഉൾക്കാഴ്ച പകരുന്ന ചർച്ചകളും നെറ്റ്വർക്കിങ്ങിനുള്ള അവസരങ്ങളും ശ്രദ്ധേയമാക്കിയ സമ്മേളനം പങ്കെടുത്തവർക്ക് വ്യത്യസ്തമായ അനുഭവമായി. അമേരിക്കയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധി സ്ത്രീകൾ പങ്കെടുത്ത ചടങ്ങ് പ്രശസ്ത നടി സ്വാസിക ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റംബർ 26 വെള്ളിയാഴ്ച തട്ടുകട, ഐസ് ബ്രേക്കർ ഗെയിംസ്, ഫ്ലാഷ് മോബ്, ഡാൻസ് പെർഫോമൻസ്, DJ എന്നിവയോടുകൂടി തുടക്കം കുറിച്ചു. സെപ്റ്റംബർ 27 ശനിയാഴ്ച പ്രഭാത വ്യായാമങ്ങളും പ്രകൃതി നടത്തവുമായി ആരംഭിച്ച് പാനൽ ഡിസ്കഷൻ, സൂംബ, സെൽഫ് കെയർ വിത്ത് കോസ്മെറ്റോളജി എക്സ്പെർട്ട്, വാക്ക് ചലഞ്ച്, സാരി ഡ്രേപ്പിംഗ് വർക്ക്ഷോപ്പ്, ഹവായ് ഡാൻസ് ആൻഡ് വർക്ക്ഷോപ്പ് എന്നിവയും സമ്മിറ്റിന് മാറ്റുകൂട്ടി. ഫോമ പ്രസിഡന്റ് ബേബി മണക്കുന്നേൽ, സെക്രട്ടറി ബൈജു വർഗീസ്, ട്രഷറർ സിജിൽ പാലക്കലോടി, വൈസ് പ്രസിഡന്റ് ഷാലു പുന്നൂസ്, ജോയിന്റ് സെക്രട്ടറി പോൾ പി ജോസ്, ജോയിന്റ് ട്രഷറർ അനുപമ കൃഷ്ണൻ എന്നിവരുടെ സാന്നിധ്യവും എടുത്തു പറയേണ്ടതായിരുന്നു. വരും കാലങ്ങളിലും വുമൺസ് സമ്മിറ്റ് ഒന്നിനൊന്ന് മെച്ചമായി നടത്തുമെന്നും അതിന് എല്ലാവിധ സഹായങ്ങളും നൽകുമെന്നും ഫോമ പ്രസിഡന്റ് ബേബി മണക്കുന്നേൽ ഉറപ്പു നൽകി. മുഖ്യാതിഥി ന്യൂയോർക്കിൽ നിന്നുള്ള ജഡ്ജ് രാജരാജേശ്വരി പരമ്പരാഗതമായ കേരളത്തിന്റെ കലയും സംസ്കാരവും അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചും സംസാരിച്ചു. കേരളത്തിന്റെ മനോഹരമായ സംസ്കാരവും പൈതൃകവും മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള കേരള സമൂഹത്തെയും അവർ പ്രശംസിച്ചു. സമ്മിറ്റ് കോർഡിനേറ്റ് ചെയ്ത എല്ലാവരെയും പ്രശംസിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു. സമ്മിറ്റ് വിജയത്തിന്റെ മുഖ്യ പങ്ക് വഹിച്ച ഫോമ വുമൺസ് ഫോറം ഭാരവാഹികളായ ചെയർപേഴ്സൺ സ്മിത നോബിൾ, സെക്രട്ടറി ആശ മാത്യു, ട്രഷറർ ജൂലി ബിനോയ്, വൈസ് ചെയർപേഴ്സൺ ഗ്രേസി ജെയിംസ്, വൈസ് ചെയർപേഴ്സൺ വിഷിൻ ജോ, ജോയിന്റ് സെക്രട്ടറി സ്വപ്ന സജി സെബാസ്റ്റ്യൻ, ജോയിന്റ് ട്രഷറർ മഞ്ജു പിള്ള എന്നിവർ പ്രത്യേക പ്രശംസ അർഹിക്കുന്നു. വനിതാ ഫോറത്തിന്റെ മുൻകാല നേതാക്കളെ ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഇതുവരെയുള്ള നേട്ടങ്ങൾക്ക് വഴിയൊരുക്കിയ അവരുടെ വിലമതിക്കാനാവാത്ത സംഭാവനകൾക്ക് ഹൃദയംഗമമായ നന്ദി അർപ്പിച്ചു. ഫോമ വുമൺ സമ്മിറ്റിന്റെ ഗ്രാൻഡ് സ്പോൺസേഴ്സിനെയും ചടങ്ങിൽ ആദരിച്ചു. ഡിന്നർ വിത്ത് ലൈവ് മ്യൂസിക്, ബോൺഫെയർ എന്നിവയോടുകൂടി പരിപാടികൾ അവസാനിച്ചു. ന്യൂസ് ഡെസ്ക് eMalayali. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ 11ാമത് അന്താരാഷ്ട്ര കോൺഫറൻസിൽ റാന്നി MLA പ്രമോദ് നാരായൺ കേരള രാഷ്ട്രീയ രംഗത്തിന്റെ പ്രതിനിധിയായി പങ്കെടുക്കും. ഒക്ടോബർ 9, 10, 11 തീയതികളിൽ ന്യൂജേഴ്സി എഡിസൺ ഷെറാട്ടൺ ഹോട്ടൽ സമുച്ചയത്തിൽ വെച്ചാണ് മാധ്യമ സമ്മേളനം നടക്കുന്നത്. മികച്ച വാഗ്മിയും എഴുത്തുകാരനുമാണ് അഭിഭാഷകനായ പ്രമോദ് നാരായൺ. കേരളത്തിന്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മാറ്റങ്ങളെപ്പറ്റി ആധികാരികമായി സംസാരിക്കുന്ന അദ്ദേഹം മാധ്യമങ്ങൾക്ക് ഈ കാര്യങ്ങളിലുള്ള പങ്കാളിത്തവും എടുത്തുകാട്ടും. 2021 തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ റിങ്കു ചെറിയാനെ 1285 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം നിയമസഭയിലെത്തിയത്. കേരള കോൺഗ്രസ് എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായും പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ PK ബാലകൃഷ്ണപിള്ള സ്വാതന്ത്ര്യ സമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ആദ്യകാല അംഗവുമായിരുന്നു. പ്രമോദ് നാരായൺ തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അംഗമായാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ യൂണിയൻ ജനറൽ സെക്രട്ടറിയും സെനറ്റ് അംഗവുമായിരുന്നു. ഇന്റർ സ്കൂൾ കൗൺസിലിന്റെ ആദ്യ സംസ്ഥാന ചെയർമാനായിരുന്നു. ഭരണികാവ് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു നാരായൺ. അദ്ദേഹത്തിന്റെ സാന്നിധ്യം പ്രസ് ക്ലബ് സമ്മേളനത്തിലെ ചർച്ചകൾക്ക് എരിവും പുളിയും പകരുമെന്നതിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക് eMalayali. നോർത്ത് അമേരിക്കൻ ഹൈന്ദവ മലയാളി സംഘടനയുടെ മാതാവായ ഷിക്കാഗോ ഗീതാമണ്ഡലത്തിന്റെ 49ാമത് വാർഷിക പൊതുയോഗത്തിൽ ഗീതാമണ്ഡലം സ്ഥാപക അംഗവും രക്ഷാധികാരിയും സംഘടനയുടെ വിവിധ പദവികൾ വഹിക്കുകയും ചെയ്തിട്ടുള്ള വൈക്കം സ്വദേശിയായ ശ്രീ ശേഖരൻ അപ്പുക്കുട്ടനെ പുതിയ പ്രസിഡന്റായി ഏകകണ്ഠേന തിരഞ്ഞെടുത്തു.
ഹൈന്ദവ വിശ്വാസങ്ങളും ആചാരങ്ങളും പരിപാലിക്കുന്നതിൽ ഒട്ടും തന്നെ വിട്ടുവീഴ്ചയില്ലാത്ത വ്യക്തിത്വമാണ് ശ്രീ ശേഖരൻ അപ്പുക്കുട്ടൻ്റേത്. വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തിരിക്കുന്നത് സനാതനധർമ്മ പ്രചാരണത്തിന് മുന്നിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ വിശ്വനാഥിനെയാണ്. ജനറൽ സെക്രട്ടറിയായി ശ്രീ ബൈജു മേനോനെയും ജോയിന്റ് സെക്രട്ടറിയായി ശ്രീ പ്രജീഷിനെയും ട്രഷററായി ശ്രീ ശങ്കർ ശങ്കരനെയും ജോയിന്റ് ട്രഷററായി ശ്രീ രവി നായരെയും തിരഞ്ഞെടുത്തു. ശ്രീമതി രമാ നായർ, ശ്രീ ബിജു കൃഷ്ണൻ, ശ്രീ അശോകൻ കൃഷ്ണൻ, ശ്രീ രവി ദിവാകരൻ, ശ്രീ രവി മുണ്ടക്കൽ, ശ്രീ രവി കുട്ടപ്പൻ, ശ്രീ രാജേഷ് പൊന്നിശ്ശേരി, ശ്രീ സന്തോഷ് നായർ, ശ്രീ ശിവ ഗുരുസ്വാമി എന്നിവരെ ഡയറക്ടർ ബോർഡിലേക്കും തിരഞ്ഞെടുത്തു. ഹൈന്ദവ മൂല്യങ്ങളിലും ആചാരാനുഷ്ഠാനങ്ങളിലും നിലയുറച്ച് പ്രവർത്തിക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കുവാനും അതോടൊപ്പം ആത്മീയ ഗ്രന്ഥങ്ങൾ പഠിക്കുവാനും പ്രചരിപ്പിക്കുവാനും ഹൈന്ദവ ജനതയെ സജ്ജമാക്കുക എന്നതാണ് തൻ്റെ പ്രഥമ ദൗത്യമെന്നും ഗോൾഡൻ ജൂബിലിയിലേക്ക് കടക്കുന്ന സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുവാൻ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്നും ശ്രീ ശേഖരൻ അപ്പുക്കുട്ടൻ അഭ്യർത്ഥിച്ചു. തദവസരത്തിൽ ഗീതാമണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കായി തുടർന്നും സമൂഹത്തിലെ എല്ലാ സജ്ജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നതായും ജനറൽ സെക്രട്ടറി ശ്രീ ബൈജു മേനോൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. സാൻ ഫ്രാൻസിസ്കോ ബേ ഏരിയയിലെ മങ്ക അസോസിയേഷന്റെ അടുത്ത 2 വർഷത്തേക്കുള്ള പുതിയ ഭരണസമിതി പത്മപ്രിയ പാലോട്ടിന്റെ നേതൃത്വത്തിൽ നിലവിൽ വന്നു. മങ്കയിലെ വനിതാ വിഭാഗത്തിന് നേതൃത്വം കൊടുത്തും ഫോമയിലെ വനിതാ വിഭാഗത്തിലെയും മറ്റു പല കമ്മിറ്റികളിലെയും സജീവ പ്രവർത്തനത്തിലൂടെയും സുപരിചിതയായ ജാസ്മിൻ പരോളാണ് സെക്രട്ടറി. ട്രഷറർ ജോൺ പോൾ വർക്കി, വൈസ് പ്രസിഡന്റ് ജോൺ പുളിക്കോട്ടിൽ, ജോയിന്റ് സെക്രട്ടറി ജിതേഷ് ചന്ദ്രൻ എന്നിവരാണ് മറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ. മങ്കയുടെ മുൻ പ്രസിഡന്റ് സുനിൽ വർഗീസ്, മുൻ സെക്രട്ടറിയും ട്രഷററുമായ ജാക്സൺ പൂയപ്പാടം, മുൻ സെക്രട്ടറി ടോം ചാർലി, മുൻ ബോർഡ് മെമ്പർമാരായിരുന്ന ഡാനിഷ് തോമസ്, ഹരി പുതുശ്ശേരി, ലിസി ജോൺ, ഷൈൻ നായർ എന്നീ പരിചയസമ്പന്നരോടൊപ്പം പുതുമുഖങ്ങളായ ശരത് ശശിധരൻ, ആമോൽ എബ്രഹാം ചെറുകര, ദേവി ഗിരീഷ്, അനിലാഷ് അസീസ്, സജി പി അലക്സാണ്ടർ, ഷൈജു വർഗീസ് എന്നിവരും നേതൃനിരയിൽ പുതിയ ബോർഡിന്റെ ചുക്കാൻ പിടിക്കും. പുതിയ ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായി ശ്രീജിത്ത് കറുത്തൊടി, റെനി പൗലോസ്, ജോസ് മാമ്പള്ളി, ടോജോ തോമസ് എന്നിവരോടൊപ്പം പ്രസിഡന്റ് പത്മപ്രിയയും അംഗങ്ങളായിരിക്കും. കഴിഞ്ഞ കാലങ്ങളിലെ നേതാക്കൾ തങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തന്ന പ്രചോദനാത്മക പ്രവർത്തനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറുന്നതായിരിക്കുമെന്ന് പുതിയ ഭരണസമിതി പറഞ്ഞു. അവർ തെളിയിച്ച ദീപശിഖ എന്നും കെടാതെ സൂക്ഷിച്ച മാർഗനിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രയാണം തുടരുന്നതാണ്. പ്രവർത്തന പരിചയവും വ്യത്യസ്തങ്ങളായ കഴിവുകളും ആശയസമ്പത്തുമുള്ള നല്ല ഒരു ടീമാണ് ഇപ്പോൾ ഭരണമേറ്റെടുത്തിരിക്കുന്നത്. ബേ ഏരിയയിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒരു ചിരപരിചിത മുഖമാണ് പ്രസിഡന്റായ പത്മപ്രിയയുടേത്. കഴിഞ്ഞ 4 വർഷത്തോളമായി മങ്കയുടെ ബോർഡിൽ വിവിധ നേതൃസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ച് കഴിവും പ്രാവീണ്യവും തെളിയിച്ചയാളുമാണ് പത്മപ്രിയ. കഴിഞ്ഞ വർഷങ്ങളിൽ വിജയകരമായി നടത്തിയിട്ടുള്ള പരിപാടികളോടൊപ്പം ഈ അസോസിയേഷന്റെ വളർച്ചയ്ക്കും വികസനത്തിനുമുള്ള പുതിയ കർമ്മ പരിപാടികളും ഈ ഭരണസമിതി പ്ലാൻ ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിറ്റിയിലെ എല്ലാവിധ ആൾക്കാരുമായി കൈകോർത്ത് ഒന്നിച്ച് പ്രവർത്തിക്കുവാനും പുരോഗമന ചിന്താഗതിയോടെ പ്രവർത്തിക്കുവാനും തയ്യാറായാണ് പുതിയ നേതൃത്വം മുന്നോട്ട് വന്നിരിക്കുന്നത്. ഡിസംബർ 14 ക്രിസ്മസ് ആഘോഷം, ഫെബ്രുവരി 28 മങ്ക കലോത്സവം, മാർച്ച് 7 വനിതാ ദിനം എന്നിവയാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് www.mangaonline.org സന്ദർശിക്കുക. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. KCS യുവജനവേദി 2025 ഓണം സന്തോഷപൂർവ്വം ആഘോഷിച്ചു. അവരുടെ രജത ജൂബിലി ആഘോഷങ്ങൾക്കും തുടക്കമായി. KCS വൈസ് പ്രസിഡന്റ് മാറ്റ് വിളങ്ങാട്ടുശ്ശേരി പരിപാടികളുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. KCS സെക്രട്ടറി ഷാജി പള്ളിവീട്ടിൽ, ജോയിന്റ് സെക്രട്ടറി ക്രിസ് കട്ടപ്പുറം, ട്രഷറർ ടീന നെടുവാമ്പുഴ എന്നിവരും പങ്കെടുത്തു. ആഘോഷത്തിന്റെ ഭാഗമായി വർണ്ണാഭമായ പൂക്കളം, ഓർമ്മകൾ പകർത്തുന്നതിനുള്ള ഉജ്ജ്വലമായ ഫോട്ടോ ബൂത്ത്, വൈവിധ്യമാർന്ന സാംസ്കാരിക പ്രകടനങ്ങൾ എന്നിവ ഉണ്ടായിരുന്നു. യുവജനവേദിയുടെ ആദ്യ ഡയറക്ടർ ടോണി പുല്ലാപ്പള്ളിൽ ചടങ്ങിൽ പങ്കെടുക്കുകയും ഷിക്കാഗോയിൽ യുവജനവേദി സ്ഥാപിതമായതിനെക്കുറിച്ചുള്ള ഹൃദയംഗമമായ ചിന്തകൾ പങ്കുവയ്ക്കുകയും
ഈ ഊർജ്ജസ്വലമായ സംഘടനയ്ക്ക് ജന്മം നൽകിയ ദർശനവും സാഹചര്യങ്ങളും അദ്ദേഹം അനുസ്മരിച്ചു. ദിവസത്തിന്റെ ആവേശം വർദ്ധിപ്പിച്ചുകൊണ്ട് യുവജനവേദി പ്രസിഡന്റ് ബ്ലെസി തെക്കേമാലിൽ ഗെയിമുകളും ഒരു DJ സെഷനും ഉൾപ്പെടെയുള്ള രസകരമായ പ്രവർത്തനങ്ങൾ പ്രഖ്യാപിച്ചു. അത് ഒത്തുചേരലിന് ഊർജവും ഉത്സാഹവും പകർന്നു. സൗഹൃദത്തിന്റെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് യുവതീയുവാക്കൾ ജ്ഞാനായ ചൈതന്യത്തിൽ ഓണവും സിൽവർ ജൂബിലിയും ആഘോഷിച്ചുകൊണ്ട് പരിപാടി വളരെ ഗംഭീരമായി അവസാനിപ്പിച്ചു. ഓണാഘോഷത്തിന്റെയും യുവജനവേദിയുടെയും രജത ജൂബിലിയുടെയും ഈ ഇരട്ട ആഘോഷം ഗംഭീര വിജയമായിരുന്നു. ഇത് ഷിക്കാഗോയിലെ KCA സമൂഹത്തിന്റെ ഊർജ്ജസ്വലത, ഐക്യം, സാംസ്കാരിക സമ്പന്നത എന്നിവ പ്രതിഫലിപ്പിക്കുന്നു എന്ന് KCS വൈസ് പ്രസിഡന്റ് മാറ്റ് വെളങ്ങാട്ടുശ്ശേരിൽ പ്രസ്താവിക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഇതോടെ പ്രവാസി ചാനൽ ഈ മലയാളി.com ന്യൂസ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.